ഉൽപ്പത്തി അധ്യായം 18. മാമ്രയുടെ ഓക്കുമരത്തോപ്പിന് സമീപം കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷനായി. വെയിൽ മൂത്ത സമയത്ത് അബ്രാഹം തൻ്റെ കൂടാരത്തിൻ്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ 3 ആളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ട് അവൻ കൂടാരവാതിൽക്കൽ നിന്ന് എഴുന്നേറ്റ് അവരെ എതിരേൽക്കുവാൻ ഓടിച്ചെന്ന് നിലം പറ്റെ താണ് അവരെ വണങ്ങി. അവൻ പറഞ്ഞു, യജമാനനെ, അങ്ങ് എന്നിൽ സംപ്രീതനെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുതേ. കാല് കഴുകാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ. മരത്തണലിലിരുന്ന് വിശ്രമിക്കുക. നിങ്ങൾ ഈ ദാസൻ്റെ അടുക്കൽ വന്ന നിലയ്ക്ക് ഞാൻ കുറേ അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് യാത്ര തുടരാം. നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് അവർ പറഞ്ഞു. അബ്രാഹം പെട്ടെന്ന് കൂടാരത്തിലെത്തി സാറായോട് പറഞ്ഞു, വേഗം 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക. അവൻ ഓടിച്ചെന്ന് കാലിക്കൂട്ടത്തിൽ നിന്ന് കൊഴുത്ത ഒരിളം കാളക്കുട്ടിയെ പിടിച്ച് വേലക്കാരനെ ഏൽപ്പിച്ചു. ഉടനെ അവനത് പാകം ചെയ്യാൻ തുടങ്ങി. അബ്രാഹം വെണ്ണയും പാലും പാകം ചെയ്ത മൂരിയിറച്ചിയും അവരുടെ മുമ്പിൽ വിളമ്പി. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ മരത്തണലിൽ അവരെ പരിചരിച്ചുകൊണ്ട് നിന്നു. അവർ അവനോട് ചോദിച്ചു, നിന്റെ ഭാര്യ സാറ എവിടെ? കൂടാരത്തിലുണ്ട്, അവൻ മറുപടി പറഞ്ഞു. കർത്താവ് പറഞ്ഞു, വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. അവൻ്റെ പിറകിൽ കൂടാരവാതിൽക്കൽ നിന്ന് സാറായി ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അബ്രാഹവും സാറായും വൃദ്ധരായിരുന്നു. അവൾക്ക് ഗർഭധാരണപ്രായം കഴിഞ്ഞിരുന്നു. അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് പ്രായമേറെയായി, ഭർത്താവും വൃദ്ധനായി, എനിക്കിനി സന്താന സൗഭാഗ്യമുണ്ടാകുമോ? കർത്താവ് അബ്രാഹത്തോട് ചോദിച്ചു, വൃദ്ധയായ തനിക്കിനി കുഞ്ഞുണ്ടാകുമോ എന്ന് ചോദിച്ച് സാറ ചിരിച്ചതെന്തുകൊണ്ട്? കർത്താവിന് കഴിയാത്തതെന്തെങ്കിലുമുണ്ടോ? നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിന്റെ അടുത്ത് തിരിച്ചു വരും. അപ്പോൾ സാറായ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. സാറ നിഷേധിച്ചു പറഞ്ഞു, ഞാൻ ചിരിച്ചില്ല. എന്തെന്നാൽ അവൾ ഭയപ്പെട്ടു. അവിടുന്ന് പറഞ്ഞു, അല്ല, നീ ചിരിക്കുക തന്നെ ചെയ്തു. അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് സോദോമിന് നേരെ തിരിച്ചു. വഴിയിലെത്തുന്നതുവരെ അബ്രാഹം അവരെ അനുയാത്ര ചെയ്തു. കർത്താവ് ആലോചിച്ചു, അബ്രാഹം മഹത്വം ശക്തവുമായ ഒരു ജനതയായി തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്ന് മറച്ചു വയ്ക്കണമോ? ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കുവാൻ തൻ്റെ മക്കളോടും പിന്മുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും അങ്ങനെ കർത്താവ് അവനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനും വേണ്ടിയാണ്. കർത്താവ് പറഞ്ഞു, സോദോമിനും ഗൊമോറയ്ക്കുമെതിരെയുള്ള മുറവിളി വളരെ വലുതാണ്. അവരുടെ പാപം ഗുരുതരവുമാണ്. അതിനാൽ അവരുടെ പ്രവൃത്തികൾ എൻ്റെ സന്നിധിയിലെത്തിയിട്ടുള്ള വിലാപങ്ങളെ സാധൂകരിക്കുന്നോ ഇല്ലയോ എന്നറിയാൻ ഞാൻ അവിടം വരെ പോവുകയാണ്. അവർ അവിടെ നിന്ന് സോദോമിന് നേരെ നടന്നു. അബ്രാഹം അപ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ തന്നെ നിന്നു. അബ്രാഹം അവിടുത്തെ സമീപിച്ച് ചോദിച്ചു, ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും അങ്ങ് നശിപ്പിക്കുമോ? നഗരത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങ് അതിനെ നശിപ്പിച്ചു കളയുമോ? അവരെ പ്രതി ആ സ്ഥലത്തെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കില്ലേ? ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും സംഹരിക്കുക, അത് അങ്ങിൽ നിന്നുണ്ടാകാതിരിക്കട്ടെ. ദുഷ്ടന്മാരുടെ ഗതി തന്നെ നീതിമാന്മാർക്കും സംഭവിക്കാതിരിക്കട്ടെ. ഭൂമി മുഴുവൻ്റെയും വിധികർത്താവ് നീതി പ്രവർത്തിക്കാതിരിക്കുമോ? കർത്താവ് അരുളി ചെയ്തു, സോദോം നഗരത്തിൽ 50 നീതിമാന്മാരെ ഞാൻ കണ്ടെത്തുന്ന പക്ഷം
അവരെ പ്രതി ഞാൻ ആ സ്ഥലത്തോട് മുഴുവൻ ക്ഷമിക്കും. അബ്രാഹാം വീണ്ടും പറഞ്ഞു, പൊടിയും ചാരവുമായി ഞാൻ കർത്താവിനോട് സംസാരിക്കുവാൻ തുനിഞ്ഞല്ലോ. നീതിമാന്മാർ 50-ന് 5 കുറവാണെന്ന് വന്നാലോ? 5 പേർ കുറഞ്ഞാൽ നഗരത്തെ മുഴുവൻ അങ്ങ് നശിപ്പിക്കുമോ? അവിടുന്ന് പറഞ്ഞു, 45 പേരെ കണ്ടെത്തിയാൽ ഞാൻ അതിനെ നശിപ്പിക്കുകയില്ല. അവൻ വീണ്ടും ചോദിച്ചു, 40 പേരെ ഉള്ളുവെങ്കിലോ? അവിടുന്ന് പ്രതിവചിച്ചു, ആ 40 പേരെ പ്രതി നഗരം ഞാൻ നശിപ്പിക്കുകയില്ല. അവൻ പറഞ്ഞു, ഞാൻ വീണ്ടും സംസാരിക്കുന്നത് കൊണ്ട് കർത്താവ് കോപിക്കരുതേ. ഒരുപക്ഷെ 30 പേരെ ഉള്ളുവെങ്കിലോ? അവിടുന്ന് അരുളി ചെയ്തു, 30 പേരെ കണ്ടെത്തുന്നെങ്കിൽ ഞാനത് നശിപ്പിക്കുകയില്ല. അവൻ പറഞ്ഞു, കർത്താവിനോട് സംസാരിക്കാൻ ഞാൻ തുനിഞ്ഞല്ലോ. 20 പേരെ ഉള്ളുവെങ്കിലോ? അവിടുന്ന് അരുളി ചെയ്തു, 20 പേരെ പ്രതി ഞാനത് നശിപ്പിക്കുകയില്ല. അവൻ പറഞ്ഞു, കർത്താവെ കോപിക്കരുതേ, ഒരു തവണ കൂടി മാത്രം ഞാൻ സംസാരിക്കട്ടെ. 10 പേരെ അവിടെ ഉള്ളുവെങ്കിലോ? അവിടുന്ന് അരുളി ചെയ്തു, ആ 10 പേരെ പ്രതി ഞാൻ അത് നശിപ്പിക്കുകയില്ല. അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവിടെ നിന്ന് പോയി. അബ്രാഹവും സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങി. Chapter 18. The Lord appeared to Abraham by the terebinth of Mamre, as he sat in the entrance of his tent while the day was growing hot. Looking up, he saw 3 men standing nearby. When he saw them, he ran from the entrance of the tent to greet them, and bowing to the ground, he said, Sir, if I may ask you this favor, please do not go on past your servant. Let some water be brought, that you may bathe your feet, and then rest yourselves under the tree. Now that you have come this close to your servant, let me bring you a little food, that you may refresh yourselves, and afterward you may go on your way. Very well, they replied, do as you have said. Abraham hastened into the tent and told Sarah, Quick, 3 seahs of fine flour, knead it and make rolls. He ran to the herd, picked out a tender choice steer, and gave it to a servant who quickly prepared it. Then he got some curds and milk, as well as the steer that had been prepared, and set these before them, and he waited on them under the tree while they ate. Where is your wife Sarah? They asked him. There in the tent, he replied. One of them said, I will surely return to you about this time next year, and Sarah will then have a son. Sarah was listening at the entrance of the tent just behind him. Now Abraham and Sarah were old, advanced in years, and Sarah had stopped having her womanly periods. So Sarah laughed to herself and said, Now that I am so withered and my husband is so old, am I still to have sexual pleasure? But the Lord said to Abraham, Why did Sarah laugh and say, Shall I really bear a child, old as I am? Is anything too marvelous for the Lord to do? At the appointed time, about this time next year, I will return to you, and Sarah will have a son. Because she was afraid, Sarah dissembled, saying, I didn't laugh. But he said, Yes, you did. The men set out from there and looked down toward Sodom. Abraham was walking with them to see them on their way. The Lord reflected, Shall I hide from Abraham what I am about to do, now that he is to become a great and populous nation, and all the nations of the earth are to find blessing in him? Indeed, I have singled him out, that he may direct his sons and his posterity to keep the way of the Lord by doing what is right and just, so that the Lord may carry into effect for Abraham the promises he made about him. Then the Lord said, The outcry against Sodom and Gomorrah is so great, and their sin so grave, that I must go down to see whether or not their actions fully correspond to the cry against them that comes to me. I mean to find out. While the 2 men walked on farther toward Sodom, the Lord remained standing before Abraham. Then Abraham drew nearer to him and said, Will you sweep away the innocent with the guilty? Suppose there were 50 innocent people in the city. Would you wipe out the place rather than spare it for the sake of the 50 innocent people within it? Far be it from you to do such a thing, to make the innocent die with the guilty, so that the innocent and the guilty would be treated alike. Should not the judge of all the world act with justice? The Lord replied,
If I find 50 innocent people in the city of Sodom, I will spare the whole place for their sake." Abraham spoke up again. "See how I am presuming to speak to my Lord, though I am but dust and ashes. What if there are 5 less than 50 innocent people? Will you destroy the whole city because of those 5? "I will not destroy it," he answered, "if I find 45 there." But Abraham persisted, saying, "What if only 40 are found there?" He replied, "I will forbear doing it for the sake of the 40. Then he said, "Let not my Lord grow impatient if I go on. What if only 30 are found there?" He replied, "I will forbear doing it if I can find but 30 there." Still he went on, "Since I have thus dared to speak to my Lord, what if there are no more than 20? "I will not destroy it," he answered, "for the sake of the 20. But he still persisted, "Please let not my Lord grow angry if I speak up this last time. What if there are at least 10 there?" "For the sake of those 10, he replied, "I will not destroy it." The Lord departed as soon as he had finished speaking with Abraham, and Abraham returned home.